സജി മഞ്ഞക്കടമ്പിൽ 16 തവണ മത്സരിച്ചു. 10 തവണയും UDF അനുകൂലമായിട്ട് കോട്ടയം വിധി എഴുതി. പക്ഷേ ഇത്തവണ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനോടൊപ്പമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ 2 ചിഹ്നത്തോടൊപ്പമാണ് മത്സരം. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് സജി മഞ്ഞക്കടമ്പിൽ? തോമസ് ചാഴികാടൻ കഴിഞ്ഞ തവണ വിജയിച്ചത് അല്ലെ, അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്ന 8ാമത്തെ തവണയാണ് വന്നത്. അതിൽ 4 തവണ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, 1 തവണ പാർലമെന്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ലേബലിലാണ് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇത് കഴിഞ്ഞ തവണ വിജയിച്ച തോമസ് ചാഴികാടൻ അദ്ദേഹം പല കാരണങ്ങളുണ്ടാവാൻ മാറാൻ എനിക്കറിയില്ല, അദ്ദേഹത്തിനെ വിശദീകരിക്കട്ടെ. അതിൽ അദ്ദേഹം വിജയിച്ചെങ്കിൽ അത് UDF പ്രവർത്തകർ ചോര നീരാക്കി അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്ത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ CPM-ന്റെ അക്രമം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തകർ വോട്ട് പിടിച്ചാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അദ്ദേഹത്തിന് ആ വിജയത്തെക്കുറിച്ച് ഒട്ടും അദ്ദേഹത്തിന് യാതൊന്നും അവകാശപ്പെടാനില്ല. അത് UDF-ന്റെ മാത്രം വിജയമാണ്, അദ്ദേഹത്തിന്റെ വിജയമല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിജയമല്ല. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും തോമസ് ചാഴിക്കാടൻ മൈനസ് UDF എന്ന് പറഞ്ഞാൽ ദുർബലനാണെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ 1,06,000 ചില്ലുവാന വോട്ടിന് വിജയിച്ചെങ്കിൽ ഈ തവണ UDF സ്ഥാനാർത്ഥി 1,06,000-ന് മുകളിൽ ഓരോട്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കും, യാതൊരു സംശയമില്ല. ആത്മവിശ്വാസത്തിന്റെ കാരണം എന്താണ്? ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ട് ഇൻടാക്റ്റായി അവിടെ തന്നെ ഉണ്ടാകുമെന്നാണോ? പക്ഷേ അപ്പോഴും തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന സിറ്റിംഗ് MP-യെ കോട്ടയത്തിന് ഇഷ്ടമാണ്, ഒപ്പം ഫ്രാൻസിസ് ജോർജിനെയും ഇഷ്ടമാണ്. ഫ്രാൻസിസ് ജോർജ് വരുന്നത് മറ്റൊരു മണ്ഡലത്തിൽ നിന്നാണ്. അല്ല, തോമസ് ചാഴികാടൻ MP-യെ ഇഷ്ടമുള്ള കുറെ ആളുകൾ കാണും. തോമസ് ചാഴികാടൻ എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്? അദ്ദേഹം ഇവിടെ MP ഫണ്ട് ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 100% ചെലവഴിച്ച് MP ആണെന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ ബോർഡ് വെച്ചായിരുന്നു. പക്ഷെ അദ്ദേഹം അല്ല MP ഫണ്ട് ഏറ്റവും കൂടുതൽ കോട്ടയത്തെ കേരളത്തിൽ ചെലവഴിച്ചത്. ഒന്നാമത് ചെലവഴിച്ചാണ് നമ്മുടെ കൊല്ലം MP ആയിരിക്കുന്ന NK പ്രേമചന്ദ്രനാണ്. അത് രേഖാമൂലം ഞാൻ കൃത്യമായ കണക്കുകൾ സഹിതം ഞാൻ പത്രസമ്മേളനം നടത്തി, ചാഴികാടൻ ഒരു മറുപടിയില്ല. രണ്ടാമത് ചെലവഴിച്ചിരിക്കുന്ന ആള് തിരുവനന്തപുരം MP ആയിരിക്കുന്ന ശശി തരൂര. ഇപ്പൊ MP ഫണ്ട്, ഞാനൊരു MP ഫണ്ട് MP-ക്ക് ഒരു PA ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാം, അത് ചെലവഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി തോമസ് ചാഴികാടന്റെ ശ്രമഫലമായി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം വികസനത്തിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്തു എന്ന് പറയാം, അദ്ദേഹത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ. ഇപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അദ്ദേഹം മരിച്ചിറക്കും കല്യാണമൊക്കെ കൂടി നടക്കുന്നതിനപ്പുറം ഇവിടെ ഒരു വികസന രംഗത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു, ചാഴികാടൻ പാവമാണ്, ശുദ്ധനാണ്, മാന്യനാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ലാതെ നാട്ടിലിറങ്ങി ചോദിക്കും ഒരു പുൽച്ചാടിയെ പോലെ പാവമാണ് തോമസ് ചാഴികാടൻ എന്നാ പറയുന്നത്. ഒരു കാര്യം, ഈ ഏറ്റുമാനാണ് നിൽക്കുന്നത്. ഏറ്റുമാനൂർ 15 വർഷക്കാലം MLA ആയിരുന്ന ആളാ. ഇവിടെ നമ്മുടെ ഇപ്പോഴും നിങ്ങൾ ആ KSRTC സ്റ്റാൻഡിൽ പോയി നോക്ക്, അവിടെ ഒരു കക്കൂസ് പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. UDF-ന്റെ MP ആയിരുന്ന ജോസ് കെ മാണിയാ അവിടെ ആ വെയിറ്റ് അല്ല അവിടെ ബസ് ടെർമിനൽ ചെറുതായിട്ട് നിർമ്മിച്ചത്. അദ്ദേഹം 15 വർഷം MP ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു മൂത്രപ്പര ഈ ഏറ്റുമാരുടെ പാവപ്പെട്ട ആളുകൾക്ക്, അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ, ഇതിലെ ഈ അമ്പലത്തിൽ ഉൾപ്പെടെ വരുന്ന ആളുകൾക്ക് മൂത്രമൊഴിക്കാൻ മൂത്രപ്പുര പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ആളാണ് വികസന നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്.